രാജ്യ തലസ്ഥാനം മഴയിൽ മുങ്ങിയിരിക്കുകയാണ്. ഒരു മഴയ്ക്കായി ഡൽഹിയിലെ ജനം കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം മഴ തകർത്ത് പെയ്തതോടെ രാജ്യ തലസ്ഥാനത്തെ വികസനവാദങ്ങളെല്ലാം ഒലിച്ചുപോയി. പൊതുസ്ഥലങ്ങളിൽ വെള്ളം കയറിയതോടെ ജനജീവിതം ദുരിതത്തിലായി. ഡൽഹിയിലെ മിക്ക പ്രദേശങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ലോക്സഭാ എംപിമാർ താമസിക്കുന്ന സ്ഥലത്തെ റോഡുകൾ വെള്ളത്തിൽ മുങ്ങിയതിനാൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനായി എംപിയെ തോളിലേറ്റിക്കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവന്നിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി എം പി രാംഗോപാൽ യാദവിനെയാണ് ആളുകൾ ഏറെ നേരം തോളിലേറ്റിയത്. പിന്നാലെ വാഹനത്തിൽ കയറ്റുകയായിരുന്നു. രാംഗോപാലിന്റെ വസതിയുടെ പരിസരത്ത് പൂർണ്ണമായും വെള്ളക്കെട്ടാണ്. ന്യൂഡൽഹി മുനിസിപ്പൽ കൗൺസിൽ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്താത്തതാണ് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമെന്ന് എം പി മാധ്യമങ്ങളോട് പറഞ്ഞു. ये असल में एनडीएमसी तैयार नहीं रहता है। इतना लेट बारिश हुई, इसके बाद भी इन्होंने नालियां साफ नहीं की। जहां चोक होता है सारे पुराने कर्मचारियों को मालूम है, अगर उसको साफ कर दें तो कभी ये नौबत ना आए। ये सारे यहाँ बहुत ही हमारे बगल में नीति आयोग के सदस्य हैं, स्टेट मिनिस्टर का दर्जा है, फिर मंत्री लोग हैं, गृह राज्य मंत्री हैं जिनके अंदर में एनडीएमसी है, और जनरल्स हैं और मंत्री हैं, नेवी के एडमिरल्स हैं, सारे बड़े लोग हैं। लेकिन पानी भर जाता, लोगों को निकलना मुश्किल है। आप देख रहे हैं पार्लियामेंट जाने के लिए हमें क्या करना पड़ा, एक गाड़ी से वहां तक आए, लोग उठा के यहाँ तक लाए। ഇത്തവണ പതിവിലും വൈകിയാണ് മഴയെത്തിയത്. എന്നിട്ടും അധികൃതർ ഓടകൾ വൃത്തിയാക്കിയില്ല. ഓടകൾ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത്തരമൊരു അവസ്ഥയുണ്ടാകില്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിൽ ആഭ്യന്തര സഹമന്ത്രി, മറ്റ് നിരവധി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും താമസിക്കുന്ന സ്ഥലമാണ്. പാർലമെന്റിലെത്തണമെങ്കിൽ ഇങ്ങനെയല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്ന് എം പി പറഞ്ഞു. അതേസമയം ഡൽഹിയിൽ കനത്ത മഴ തുടരുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ നഗരത്തിലെ പല മേഖലകളും സ്തംഭിച്ചു. ഡൽഹി വിമാനത്താവളത്തിലെ മേൽക്കൂര വീണ് ഒരാൾ മരണപ്പെട്ടു. കേന്ദ്ര സർക്കാരിന്റെ അഴിമതിയും അനാസ്ഥയുമാണ് അപകട കാരണമെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആരോപണമായി ഉന്നയിച്ചു. ശക്തമായ മഴയിൽ വ്യാപക നാശനഷ്ടമാണ് ഡൽഹിയിൽ ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് നഗരങ്ങളിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂക്ഷമാണ്. കാറുകളും ബസ്സുകളും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. അതിനിടെ അതിശക്തമായ കാറ്റിലും മഴയിലും ഡൽഹി വിമാനത്താവളത്തിലെ ടെർമിനൽ 1 മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണ് അപകടമുണ്ടാക്കിയത് വലിയ വാർത്തയായി മാറി. അപകടത്തിൽ 4 പേർക്ക് പരിക്കേൽക്കുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു. നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇതിന് പിന്നാലെ ടെർമിനൽ 1 സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. മരിച്ചവരുടെ കുടുംബത്തിന് 20 ലക്ഷവും പരിക്കേറ്റവർക്ക് 3 ലക്ഷം രൂപയും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകട സ്ഥലം സന്ദർശിച്ച വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു അപകടത്തിൽ കൃത്യമായി അന്വേഷണം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. യാത്രക്കാർക്ക് മറ്റു വിമാനങ്ങളിൽ യാത്രാ സൗകര്യം ഒരുക്കണമെന്നും അല്ലെങ്കിൽ മുഴുവൻ തുകയും തിരികെ നൽകണമെന്നും DGCA വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് നിർമ്മാണം പൂർത്തിയാക്കാതെ തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയതാണ് അപകട കാരണമെന്ന് പ്രതിപക്ഷം ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ 2009 നിർമ്മിച്ച ഭാഗമാണ് തകർന്നതെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത 7 ദിവസവും മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയിടിച്ചേക്കാവുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം. നാളെയും മറ്റന്നാളും രാജ്യ തലസ്ഥാനത്ത് മിതമായതോ കനത്തതോ ആയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഈ ദിവസങ്ങളിൽ താപനില 34 ഡിഗ്രി സെൽഷ്യസായി കുറയും. ജൂലൈ 1, 2 തീയതികളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.